എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, എന്നാൽ ആ വിധം ഈ നാടിന്റെ താല്പര്യങ്ങൾക്ക് നിങ്ങളെ ഇവിടെ ഉറച്ചു നിൽക്കുമെന്നുള്ള വാക്ക് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചാൽ അവിടെ സമയം കളയാൻ പോയിരിക്കുന്ന ഒരാളായി ഞാൻ മാറില്ല. പറയേണ്ടത് പറയാനും ചോദിക്കേണ്ടത് ചോദിക്കാനും ചോദിച്ചു വാങ്ങാനും ഈ നാടിന് ശബ്ദമായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് പാലക്കാട്ടെ ജനങ്ങളാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ ജനങ്ങളോട് നീതി പുലർത്താൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ജനതയും കേരളീയ പൊതുസമൂഹവും ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ കേരളത്തിന്റെ നിയമസഭക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടത് പറയാനുള്ള ആർജവം പൊതുപ്രവർത്തനങ്ങളുടെ നിലക്ക് നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ തീർത്തു പറയുന്നു, എന്നാലാവും വിധം ഈ നാടിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ നാടിന്റെ ശബ്ദമാവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ നാടിന് വേണ്ടത് കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാൻ കഴിയും. ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് ബോംബ് കൊടുക്കാനല്ല, ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് വാള് കൊടുക്കാനല്ല, ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് കത്തി കൊടുക്കാനല്ല, ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് പുസ്തകം കൊടുക്കാൻ, ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് പേന കൊടുക്കാൻ, ചെറുപ്പക്കാരുടെ കയ്യിൽ